കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച് സുരേഷ് ഗോപി. തിരുനാളിന് പള്ളിയിൽ സന്ദർശിക്കാൻ വന്നപ്പോൾ സ്വർണ്ണക്കിരീടം സമർപ്പിക്കാമെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായാണ് സ്വർണ്ണക്കിരീടം സമർപ്പിക്കുന്നത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ പെരുന്നാളിന് വന്നപ്പോഴായിരുന്നു സുരേഷ് ഗോപി സ്വർണ്ണക്കിരീടം നേർന്നത്. ഇടവക വികാരിയോടും ട്രസ്റ്റി അംഗങ്ങളോടും ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ അതിന് സമ്മതം മൂളി. അങ്ങനെയാണ് സ്വർണ്ണക്കിരീടം പണിയിപ്പിച്ചത്. ഏകദേശം 5 പവൻ സ്വർണം ഉപയോഗിച്ചാണ് കിരീടം പണിതത്. പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ മാതാവിനെ കിരീടം സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥനയിലും സുരേഷ് ഗോപിയും കുടുംബവും പങ്കെടുത്തു. സുരേഷ് ഗോപിക്കും കുടുംബാംഗങ്ങൾക്കും ഇടവക വികാരി തിരിച്ച് മാതാവിന്റെ തിരുസ്വരൂപം സമ്മാനമായി നൽകി. പള്ളിയുടെ ട്രസ്റ്റി അംഗങ്ങൾ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷമാണ് സുരേഷ് ഗോപി മടങ്ങിയത്. തന്റെയും കുടുംബത്തിന്റെയും സ്വകാര്യ സന്ദർശനമാണ് ഇതെന്നും മാധ്യമങ്ങളോട് ഒന്നും പറയുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കിരീടം നിർമ്മിച്ച ശില്പിയും കുടുംബത്തോടൊപ്പം എത്തിയിരുന്നു. 2 ആഴ്ച കൊണ്ടാണ് കിരീടം പണിതതെന്ന് ശില്പി പറഞ്ഞു. ാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വയ്ക്കുമായിരുന്നു. അതിൻ്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടമെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് ചെയ്യാൻ 17 ദിവസത്തോളം എടുത്തു. ഇവിടെ ആദ്യം വന്ന് നമ്മൾ അളവെടുത്തുകൊണ്ട് പോയി ചെയ്ത്